ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്തയുടെ 2-ാം ദിവസത്തിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ക്രിസ്മസ് ഒരുക്ക ധ്യാനമാണ്. ഈ വലിയ ശുശ്രൂഷയുടെ 2-ാം നാളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുമ്പോഴും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ ഓർക്കാൻ സ്നേഹബുദ്ധിയ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഇന്നലെ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം. ഇതൊരുക്കത്തിൻ്റെ നാളുകളാണ്. പക്ഷേ ഒരല്പം മൂഡ് വ്യത്യാസമുണ്ട്. ഞാൻ ഓർക്കുന്നത് പണ്ട് ഈ അച്ഛനായിട്ട് ആദ്യകാലത്ത് ഞാൻ ചെയ്ത റേഡിയോ ശുശ്രൂഷയായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു പബ്ലിക് മീഡിയ മിനിസ്ട്രിയിലോട്ട്, ഒരു ഗോസ്പൽ മിനിസ്ട്രിയിലോട്ടൊക്കെ ഇറങ്ങിയതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അങ്ങനെ ഒരു റേഡിയോ പ്രഭാഷണങ്ങളിലൂടെയായിരുന്നു. കോട്ടയത്ത് ലൂർദ് പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുന്ന കാലത്ത് റേഡിയോ മംഗളം എന്ന FM റേഡിയോയിൽ ക്രിസ്മസ് കാലത്ത് പോയിൻസെറ്റിയ എന്ന പേരിലും നോമ്പ് കാലത്ത് പാസിഫ്ലോറ എന്ന പേരിലും റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു. 4 വർഷം അങ്ങനെ ചെയ്തത് നല്ല ഓർമ്മയുടെ ഭാഗമാണ്. അപ്പോൾ 4 വർഷം കൊണ്ട് 4 ക്രിസ്മസിനൊരുക്കമായിട്ട് 25 വെച്ച് 100 ടോക്ക്, 4 നോമ്പ് കാലത്ത് 50 വെച്ച് 200 ടോക്ക്, അങ്ങനെ ഒരു 10-300 ടോക്കുകൾ റേഡിയോയിലൂടെ തന്നെ ആ സമയത്ത്. ശരിക്കും അതെൻ്റെ പൗരോഹിത്യത്തിൻ്റെ ബാല്യകാലമായിരുന്നു. അന്ന് അങ്ങനെ ലഭിച്ചൊരു അവസരം ശരിക്കും ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. ഞാനിപ്പോൾ അത് പറയാൻ കാര്യം, അന്ന് ആ ശുശ്രൂഷ റേഡിയോയിലൂടെ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നോമ്പ് കാലത്തിൻ്റെ ശുശ്രൂഷ, പീഠാനുഭവ നോമ്പ് കാല ശുശ്രൂഷ പാസിഫ്ലോറ ചെയ്ത ഒരു മൂഡും ഇപ്പുറത്ത് പോയിൻസെറ്റിയ എന്ന പേരിൽ ക്രിസ്മസിനൊരുക്കമായിട്ട് ആ നോമ്പ് കാലത്ത് ചെയ്യുന്ന ആ ശുശ്രൂഷയുടെ മൂഡും ഭയങ്കര വ്യത്യാസമാണ്. മറ്റത് വലിയ നോമ്പിൻ്റെ ശുശ്രൂഷ നമ്മുടെ ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു പരിത്യാഗത്തിൻ്റെ ഒരു മനസ്സാണ്. എന്ന് വെച്ചാൽ കുറേ കൂടെ ഒന്ന് ഞെരുങ്ങണം. പിന്നെ ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കുന്നു. അപ്പോൾ ഒരല്പം നമ്മളത് സ്യൂഡോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടി ഒരു വിഷാദത്തിൻ്റെ പശ്ചാത്തലമുണ്ട് അതിന്. പക്ഷെ ഇപ്പുറത്ത് ക്രിസ്മസിൻ്റെ ഒരുക്കം നോമ്പ് കാലമാണെങ്കിൽ കൂടി, ശരിക്കും 25 നോമ്പിൻ്റെ കാലമാണെങ്കിൽ കൂടി അത് ഭയങ്കര ഒരു പ്ലസൻറ്റ് മൂഡാണ്. ഭയങ്കര പ്ലസൻറ്റ് മൂഡാണ്. അത് പറയുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളും ഒക്കെ വളരെ നമ്മളെ കുറേ കൂടെ പ്രചോദിപ്പിക്കുന്ന, പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു മൂഡാണ് ഈ കാലം തന്നെ. അപ്പോൾ നമ്മുടെ ഈ സദ്വാർത്ത എന്ന ശുശ്രൂഷയും അങ്ങനെ എന്താ പറയേണ്ടത്, കരഞ്ഞും കൂവിയും ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല. ശരിക്കും നമ്മൾ പരിത്യാഗമൊക്കെ എടുക്കും, കുറേ കൂടെയൊക്കെ ഒന്ന് ഞെരുങ്ങും. പക്ഷെ അത് ചെയ്യുമ്പോഴും വലിയൊരു ആനന്ദത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇത് മാറേണ്ടത്. അത് നിങ്ങൾ ഓർത്തേക്കണേ. കരഞ്ഞും കൂവിയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കരുത്. സങ്കടമൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും ഒരു പ്രത്യാശയുടെ ഉത്സവം ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവ് തമ്പുരാൻ്റെ പിറവി തിരുനാൾ, അത് നമ്മളെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യണം. ആ സന്തോഷത്തിൻ്റെ മൂഡിലായിരിക്കണം ഇത് ചെയ്യേണ്ടതെന്ന് ഒന്ന് ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്നലെ നമ്മൾ കേട്ടതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇന്നലത്തെ ആ എപ്പിസോഡിൽ ഒത്തിരി നമുക്കത് നീട്ടിക്കൊണ്ട് പോകാതെ അതങ്ങ് പറഞ്ഞ് നിർത്തി. ശരിക്കും നമുക്ക് ടോക്ക് വളരെ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഓർത്തേക്കരുത് ടോക്ക് കുറച്ചുകൂടെ പറയാൻ മേലെ അച്ചു എന്ന് ചോദിക്കരുത്. ടോക്ക് ആശയം കൺവേ ചെയ്യും, എന്നിട്ട് നമ്മൾ ആരാധനയ്ക്കിരിക്കും. അതായിരിക്കും ശൈലി. പക്ഷേ റിവിഷൻ ഉണ്ടായിരിക്കും, ആവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഒരു റീക്യാപ്പ് സെഗ്മെൻറ്റ് എല്ലാ എപ്പിസോഡിലും കാണും. അപ്പോൾ ചിലർ ചോദിക്കുവേ, ഞാൻ വാർഷിക ധ്യാനങ്ങളൊക്കെ നടത്താൻ പള്ളികളിലൊക്കെ പോകുമ്പോഴും ഞാൻ പറയും, എനിക്ക് ഈ ആവർത്തന സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞ സാധനം ഇന്ന് ചുമ്മാ ബോധമില്ലാതെ പറയുന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം ഒന്ന് പഠിപ്പിച്ച് ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ അവിടം വരെ പോയി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാറുള്ളതാണ്. ഇനി ആരെങ്കിലുമൊക്കെ അത് കേട്ടില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ റീക്യാപ്പും റിവിഷനും ഒക്കെ നടത്തുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ഒരല്പം ശ്രദ്ധ കുറവുള്ളയാളും, നമ്മുടെ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളയാളും കൂടി ഇതൊന്ന് മനസ്സിലാക്കട്ടെ. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരല്പം സമയം അധികം ചെലവഴിച്ചാലും അത് നഷ്ടമല്ല, അത് ക്രിസ്തീയതയാണ്. അവരെയും കൂടെ ചേർത്ത് പിടിച്ച് ബുദ്ധിയും ബോധവും ഭയങ്കര അറിവുള്ള കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അത്രയൊന്നും ബൗദ്ധിക ശേഷി ഇല്ലാത്ത സാധാരണക്കാരായ ഒത്തിരി മനുഷ്യരുണ്ടെന്നേ.
സാധാരണക്കാർക്കൊന്നും ബുദ്ധിയില്ലെന്നല്ല എൻ്റെ അർത്ഥം, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തേക്കരുത്. കാര്യങ്ങളും അപ്രഹെൻഡിങ് കേപ്പബിലിറ്റി, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ കഴിവ് ഓരോരുത്തർക്കും ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് ആവർത്തിക്കാൻ പോവുകയാണ്. ഇന്നലെ പറഞ്ഞത് എന്താ? ഇന്നലെ പറഞ്ഞത് പുതിയ നിയമം ആരംഭിക്കുന്നത് സഖറിയ എന്ന പുരോഹിതനിലാണ്. എന്നിട്ട് അവരുടെ 2 പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് കുടുംബ മഹിമയുണ്ട്. കുടുംബ മഹിമ നമ്മൾ ഇന്ന് തെറ്റിദ്ധരിക്കുന്ന മറ്റേ തറവാടിത്തം അതൊന്നും അല്ല കേട്ടോ. ജാതിബോധമൊന്നും തെറ്റിദ്ധരിക്കരുത്, അതൊന്നുമല്ല. മറിച്ച് നല്ല കുടുംബത്തിൽ നിന്ന്, അനുഗ്രഹം ഒഴുകുന്നൊരു കുടുംബത്തിൽ നിന്ന് വന്ന് അതിൻ്റെ ഇങ്ങേ കണ്ണിയിലാണ് 2 പേര് നിൽക്കുന്നത്, സഖറിയായും എലിസബത്തും. സഖറിയായും എലിസബത്തും. അപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് എല്ലാം സുഖം സന്തോഷമായിരിക്കും. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, their prayers are unanswered. At least their one prayer is unanswered. ഉത്തരം കൊടുക്കാത്ത, കിട്ടാത്തൊരു പ്രാർത്ഥനയുണ്ട് അവരുടെ ജീവിതത്തിൽ. എല്ലാം നന്നായിട്ട് ചെയ്യുകയും നല്ല കുടുംബജീവിതം, നന്നായിട്ട് ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നു, നീതിനിഷ്ഠയോടെ ജീവിക്കുന്നു, എന്നിട്ടും എ പ്രയർ ഈസ് അൺആൻസേർഡ്. ശരിക്കും നമുക്കൊക്കെ വലിയ ആശ്വാസത്തോടെ നോക്കാം സഖറിയായിലേക്കും എലിസബത്തിലേക്കും. ഞങ്ങളൊന്നും അത്രയൊന്നും മെച്ചമൊന്നും ഇല്ല സഖറിയായേ എലിസബത്തേ എന്ന് പറയാം. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഇടയ്ക്കൊന്ന് ഉത്തരം കിട്ടാതാകുമ്പോൾ വല്ലാണ്ട് പരിഭവിച്ചും പരാതി പറഞ്ഞും ഞങ്ങൾ തീർന്നു പോകുന്നിടത്ത് സഖറിയായിലേക്കും എലിസബത്തിലേക്കും ഞങ്ങൾ നോക്കട്ടെ. കാരണം അവരുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയില്ല. പുരോഹിതനാണ്, മറ്റത് വലിയ പുരോഹിതനായ അഹ്റോൻ്റെ മകളാണ് ആര്? എലിസബത്ത്. അഹ്റോൻ്റെ കുടുംബ പരമ്പരയിൽ വരുന്നവളാണ്. എന്നിട്ടും പ്രയേഴ്സ് ആർ അൺആൻസേർഡ്. എന്നിട്ടും നമ്മൾ പറഞ്ഞത്, എന്നിട്ട് അവരുടെ എല്ലാ സാധ്യതയും അവസാനിച്ചപ്പോൾ ഉത്തരം വരുന്നു. അതായത് വന്ധ്യയാണ്, പ്രായം കവിഞ്ഞവളാണ്. ഈ 2 കാര്യങ്ങളാണ് ഇന്നലെ ചിന്തിച്ചത്. അപ്പോൾ ആ ഭാഗം വീണ്ടും ബൈബിളിലെടുത്തേ. ഞാൻ പറഞ്ഞായിരുന്നു ബൈബിൾ വരച്ച് പോകണം. 7-ാമത്തെ വാക്യം, ലൂക്ക 1:7. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ വീണ്ടും ആ നറേഷനും ശ്രദ്ധിച്ചേ. നറേഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നതേ, നമ്മളൊരു ഫ്രഷ് റീഡറായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണേ. ഈ കഥയൊക്കെ ഞങ്ങൾക്കറിയാം എന്ന വിചാരത്തോടെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഇതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും, ഇതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടേ. ഇവർ 2 പേരും നല്ല കുടുംബം, നല്ല സ്വഭാവം, നല്ല ദൈവഭക്തർ, എല്ലാം കൊള്ളാം. അപ്പം നമ്മൾ ഓർക്കും, അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എല്ലാം നന്നായിട്ട് പോകും. അവർ കുഞ്ഞുങ്ങളില്ല. ഇത്ര നന്നായിട്ട് ജീവിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല, വന്ധ്യത. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇനി എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഈ പൗരോഹിത്യ ശുശ്രൂഷ എല്ലാം ചെയ്തിട്ടും അഹ്റോൻ്റെ വംശത്തിൽ വന്ന് പിറന്ന എലിസബത്ത് ആയിരുന്നിട്ടും കുഞ്ഞുങ്ങളില്ലെന്നേ. ഇനി എന്തിനാണ് ദൈവം? ഇതിനകത്തൊക്കെ വല്ല അർത്ഥമുണ്ടോ? ഈ കാണിച്ചു കൂട്ടും ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എത്ര പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാ. സക്കറിയ ചിലപ്പോൾ ചിന്തിക്കുകയെ, എത്ര പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാ. എന്നിട്ട് എൻ്റെ കുടുംബത്തിലൊരു ആവശ്യം വന്നപ്പോൾ എനിക്കൊരു പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു, അതിനുത്തരവില്ല. എലിസബത്ത് ചിന്തിക്കും, എൻ്റെ വലിയ പൂപ്പൻ ആര്? അഹ്റോൻ, വലിയ പുരോഹിതൻ. ആ കുടുംബ വംശത്തിൽ എത്ര പുരോഹിതർ, എന്തോരം പ്രാർത്ഥനകൾ ഉയർന്നതാ. എന്നിട്ട് എനിക്കൊരു പ്രാർത്ഥന ആവശ്യം വന്നപ്പോൾ അതിന് കർത്താവ് തമ്പുരാന് ഉത്തരവില്ല. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിലുണ്ടല്ലോ, ഇന്നത്തെ സ്പിരിച്വാലിറ്റി ആയിരുന്നെങ്കിൽ ഒന്നുകിൽ എലിസബത്തും സഖറിയായും കൂടെ പള്ളി വിട്ടിറങ്ങി വേറെ വല്ല സംവിധാനം ഉണ്ടാക്കിയേനെ. കാരണം ഇന്ന് അങ്ങനെയാണ്. ഉത്തരം കിട്ടുന്നിടത്തോളം നമ്മൾ ഭക്തരാണ്. ഉത്തരം കിട്ടുന്നിടത്തോളം, കർത്താവിൽ നിന്ന് ഉത്തരങ്ങൾ ഇങ്ങനെ ഇട്ട് തരുന്നിടത്തോളം കാലം നമ്മൾ ഭക്തരാണ്. എന്ന് നമുക്കൊരു ഉത്തരം നിഷേധിക്കപ്പെടുന്നോ, എന്ന് നമ്മുടെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല എന്ന് നമുക്ക് തോന്നിത്തുടങ്ങുന്നോ, അതോടുകൂടി നമ്മൾ അകലം പാലിക്കാൻ തുടങ്ങും. അതിൻ്റെ പേരാണ് കിട്ടപ്പോരിൻ്റെ ആത്മീയത. കിട്ടുന്നിടത്തോളം കർത്താവിൻ്റെതാണ് നമ്മൾ, കിട്ടാത്തപ്പോൾ കർത്താവിൽ നകലും. അവിടെയാണ് ഈ സക്കറിയായും എലിസബത്തും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നത്. അവിടെയാണ് ഈ സക്കറിയായും എലിസബത്തും നമ്മളെ വെല്ലുവിളിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചേ. ശരിക്കും നമ്മുടെ ജീവിതത്തെ അവർ ഇൻസ്പയർ ചെയ്യാൻ പോവാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തെ അവർ പ്രചോദിപ്പിക്കുന്നത് ഈ വാക്യത്തിലാണ്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. 8-ാമത്തെ വാക്യം,
തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അർപ്പിക്കാൻ സക്കറിയായിക്ക് കുറി വീണു. അതായത് ഓൾറെഡി അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദേവാലയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കേ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് കാലങ്ങളായിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കെ, ദൈവത്തിൽ നിന്ന് നിശബ്ദത മറുപടിയായി കിട്ടിയപ്പോഴും, പ്രാർത്ഥിച്ച കാര്യത്തിന് കർത്താവ് കനിവ് കാട്ടാതിരുന്നപ്പോഴും, അവൻ്റെ ശുശ്രൂഷയ്ക്ക്, അവൻ്റെ ദേവാലയ ശുശ്രൂഷയ്ക്ക്, അവൻ്റെ ദൈവാരാധനയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് അത് നമ്മളെ അത്ഭുതപ്പെടുത്തണം. ശരിക്കും നമ്മുടെയൊക്കെ പൂർവികരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. എനിക്കെപ്പോഴും അത്ഭുതമാണ്. നമ്മുടെ വല്യപ്പൻ, നമ്മുടെ വല്യമ്മ, അതിപ്പോൾ തൃശ്ശൂരുകാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പാപ്പൻ, അമ്മാമ്മ, അതുങ്ങളൊക്കെ പണ്ട് പള്ളിയിൽ പോയിരുന്ന ഓർമ്മയുണ്ടോ? അതുങ്ങളൊക്കെ പണ്ട് പള്ളിയിൽ പോയിരുന്നതേ ഒന്നും കിട്ടാനൊന്നുമല്ല, എന്നാലും അതുങ്ങൾ പള്ളിയിൽ പോകും. അതിൻ്റെ പേരാണ് ദൈവവിചാരം, കർത്താവിനോടുള്ള ബന്ധം. അതായത് കൃഷിയൊക്കെ ചിലപ്പോൾ, ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കുട്ടനാട്ടിലൊക്കെ ചിലപ്പോൾ ഇപ്പോഴാണ് പിന്നെ കുറച്ചുകൂടൊക്കെ സർക്കാരിൻ്റെ സപ്പോർട്ടും സംവിധാനങ്ങളും ഒക്കെ ആയി വരുന്നത്. മുൻപൊരു കൃഷിയൊക്കെ നശിച്ചാൽ അടപടലം അങ്ങ് പോവുകയാണ്. വെള്ളം കയറിയോ മട വീണോ കൃഷിയൊക്കെ നശിച്ചാൽ അടപടലം അങ്ങ് പോവുകയാണ്. പക്ഷെ അങ്ങനെ പോയാലും ഉണ്ടല്ലോ, അന്നത്തെ കാർന്നവന്മാർ, അതായത് ഇനി ഒരു 6 മാസം ജീവിക്കേണ്ട വരുമാനമാണ് നിലച്ചു പോയത്. എങ്ങനെ കുടുംബം ഇനി മുന്നോട്ട് പോകുമെന്ന് അറിയാൻ മേല. എന്നാലും അവർ ഒലയില്ല. അവർ പിറ്റേ ഞായറാഴ്ച അതുങ്ങൾക്ക് ആകപ്പാടെയുള്ളൊരു വെള്ള ഷർട്ടും തേച്ച് അത് ദേഹത്തിട്ട് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു. അതവർ ചെയ്തത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ കിട്ടിയിട്ടോ ആണോ? അല്ല. എല്ലാം നശിച്ചിരിക്കുക, പുറകിലെ എല്ലാം കുത്തിയൊലിച്ചു പോയിട്ടിരിക്കുക. അപ്പോഴും അവർ വീണ്ടും കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ദൈവസ്തുതി ഉയർത്തും. അതിൻ്റെ പേരാണ് ട്രൂ ഫെയ്ത്ത്. അത് തന്നെയാണ് സക്കറിയായും ഇവിടെ ചെയ്യുന്നത്. സക്കറിയ ഇന്ന് പള്ളി കയറിയത്, സക്കറിയ നറുക്കു വീണതനുസരിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധ മദ്ബഹായിൽ, ഹോളി ഓഫ് ഹോളീസിൽ ധൂപമർപ്പിക്കാൻ കയറിയത് എന്തെങ്കിലും കിട്ടിയിട്ട് സന്തോഷം കൊണ്ട് കയറിയതല്ല. ഒന്നും കിട്ടാതിരുന്നപ്പോഴും അതിൻ്റെ നടുക്കും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ശൈലി. ബൈബിളിലെ 73 പുസ്തകങ്ങളിലെ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ, ബൈബിളിൽ അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല. എല്ലാം കർത്താവിൻ്റെ വചനമാണ്, എല്ലാം സുന്ദരമാണ്, എല്ലാം പവർഫുള്ളാണ്. പക്ഷെ എന്നാലും എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, അച്ചോ ഇതിനകത്ത് ഈ ബൈബിളിൽ 73 പുസ്തകങ്ങളും വായിച്ച് തീർത്തപ്പോൾ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ തിരഞ്ഞെടുക്കുന്ന വാക്യം ഏതെന്നറിയാമോ? ഈ കോണ്ടെക്സ്റ്റാണ്, ഈ അർത്ഥം വരുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ പേരെങ്കിലും പഠിച്ചു വെച്ചിട്ടുള്ള ഹോംവർക്കാണ്. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. 2 ഹോംവർക്ക് ഉണ്ട് ഇന്ന്. ഒന്നാമത്തെ ഹോംവർക്ക് ഇതാണ്. ഇതുവരെ ഈ വാക്യം അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പഠനമേശ, ഒരു വായനാമേശ, നിങ്ങൾക്കൊരു മുറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എവിടെങ്കിലും ഈ വാക്യം ഒന്ന് എഴുതി വെച്ചിട്ട്, ആ വാക്യം ഇങ്ങനെ എഴുതി എവിടെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ചാലുള്ള ഗുണം എന്നറിയാമോ? എങ്ങോട്ട് തിരിഞ്ഞാലും ഇതിവിടെ കാണുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അത് അതിനെ വിഗ്രഹവൽക്കരിക്കരുതേ. അങ്ങേ അറ്റത്തോട്ട് പോയ അപകടം. അതിനെ വിഗ്രഹവൽക്കരിക്കരുത്. പക്ഷേ അത് അവിടെ ഇരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും. അപ്പോൾ അത് നമുക്ക് വലിയ പ്രാർത്ഥന ഉയർത്തും നമ്മുടെ ഉള്ളിൽ. ഏതാ വാക്യം എന്നായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പലർക്കും ക്യൂരിയോസിറ്റി കൂടി കാണും. ഏതാണച്ചോ ബൈബിളിൽ തന്നെ 73 പുസ്തകങ്ങളിലെ വേദഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് അതൊരു ഒബ്ജക്റ്റീവ് ആൻസർ ഒന്നുമല്ല, റിലേറ്റീവാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഹബക്കുക്കിൻ്റെ പുസ്തകം 3:17. ഹബക്കുക്ക് 3:17. ആ ഹബക്കുക്ക് 3:17 സക്കറിയ പുരോഹിതൻ ജീവിച്ച് കാണിച്ചത് നമ്മുടെ മുമ്പിൽ. തൊട്ട് മുമ്പ് പ്രാർത്ഥനകൾ ഇഷ്ടം പോലെയായിട്ട്, കർത്തൃ ശുശ്രൂഷ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു. കുടുംബത്തിലെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ല. എന്നിട്ടും അവൻ പിറ്റേ ആഴ്ചയും അതിൻ്റെ പിറ്റേ ആഴ്ചയും പള്ളിയിൽ കയറുന്നു. ഇപ്പം നറുക്ക് വീണതനുസരിച്ച് ധൂപാർപ്പണത്തിന് പിന്നെയും പള്ളിയിൽ കയറുന്നു. ഏത് പള്ളിയിലോട്ട്? ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ട്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്ത ദൈവമിരിക്കുന്ന പള്ളിയിലേക്ക്
ധൂപക്കുറ്റിയുമായി ധൂപാർപ്പണത്തിന് സഖറിയ ചെന്ന് കയറുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വായിക്കേണ്ട വാക്യം ഇതാണ്. ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഐ വിൽ ഫൈൻഡ് ജോയ് ഇൻ മൈ ലോഡ്. ഈ ചുറ്റുമുള്ളത് കണ്ടിട്ടല്ലെന്ന് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത്. ഈ കാണുന്നതൊന്നും ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറയുന്നൊരു ആത്മീയതയിലേക്ക് നമ്മൾ വളരണം. ഇതെല്ലാം നശിച്ചു പോയാലും, ഇതെല്ലാം കയ്യിൽ നിന്ന് പോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. സഖറിയ പഠിപ്പിക്കുന്ന പാഠമാണത്. അങ്ങനെ പറയുന്നൊരു മനസ്സ് നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് പഠിച്ചെടുക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ, അതാണ് കംപ്ലീറ്റ് സറണ്ടറിങ്. കർത്താവിൻ്റെ മുമ്പാകെ എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി കീഴടക്കി നിർത്തുന്നു, സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുന്ന മനസ്സാണത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഗോഡ് വിൽ ഇൻ്റർവീൻ. ദൈവം ഇടപെടും. അതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഇടയ്ക്കൊന്ന് പറഞ്ഞതാണ്. ഈ കാര്യം നിങ്ങളുടെ കുറച്ച് പേരുടെയെങ്കിലും ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതിനകത്ത് ഒരു കോമഡിയുണ്ട്, രസമുണ്ട്. ദൂതൻ വന്നിട്ട് സഖറിയയോട് പറയുകയാണ്, സഖറിയ പ്രാർത്ഥന കേട്ടിരിക്കുന്നടാ. അപ്പൊ സഖറിയ തിരിച്ചു നോക്കിയിട്ട് ഏത് പ്രാർത്ഥന? കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. അപ്പൊ ഏത് പ്രാർത്ഥന കേട്ട കാര്യമാണ് ഈ പറയുന്നത്? കാരണം സഖറിയ എന്നായിരിക്കും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത്? പണ്ടങ്ങാണ്ടാണ്. ഇപ്പൊ ധൂപക്കുറ്റിയും കൈ പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ സഖറിയായിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയൊന്നുമില്ല. കാരണം എന്താ? സഖറിയ അംഗീകരിച്ചു, എൻ്റെ ഭാര്യ വന്ധിയാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രായം കഴിഞ്ഞു, ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ സമയത്ത് സഖറിയ പ്രാർത്ഥിച്ചിട്ടുണ്ടാകില്ല. സഖറിയ പണ്ടങ്ങാണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇപ്പൊ ദേ ദൂതൻ വന്നിട്ട് പറയുകയാണ്, സഖറിയ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്താ ചിന്തയെന്നറിയാമോ? പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ മറന്നുപോയാലും ദൈവം ഓർത്തിരിക്കും. പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ മനസ്സ് മടുത്ത് വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടു പോയ പ്രാർത്ഥനകൾ, നമ്മൾ മറന്ന പ്രാർത്ഥനകൾ ദൈവം മറക്കാതെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കർത്താവ് വന്നിട്ട് പറയും, കുഞ്ഞേ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇതാണ് ശരിയായ സമയം. അതുകൊണ്ട് ഈ സദ്വാർത്തയുടെ 2-ാം എപ്പിസോഡ് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാലം കുറയായി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലേ? കാലം കുറയായി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നേര്, അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്കൽ ഉത്തരമില്ല എന്നല്ല. അത് ശ്രദ്ധിച്ചോർത്ത് വെച്ചേക്കണം. കാലം കുറയായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്കൽ ഉത്തരമില്ല എന്നല്ല, മറിച്ച് നീ ചോദിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഉപരിയായ ഒരു ഉത്തരം ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് സഖറിയായ്ക്കും എലിസബത്തിനും കുറെ കാലം മുമ്പ് കർത്താവ് കൊച്ചിനെ കൊടുക്കാതിരുന്നത്? കാരണം പറ. എന്തുകൊണ്ടാണ് സഖറിയായ്ക്കും എലിസബത്തിനും കുറെ കാലം മുമ്പ് കർത്താവ് കൊച്ചിനെ കൊടുക്കാതിരുന്നത്? രണ്ടുപേർ ഒരുമിച്ചിരുന്ന കേൾക്കുന്നതെങ്കിൽ ഒരു ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പറഞ്ഞു. ശ്രമിച്ചു നോക്ക്. അതിൻ്റെ കാരണം എന്തായിരിക്കും? പണ്ടേ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരവും കൊടുത്താൽ പോരായിരുന്നോ? എന്നറിയാമോ? ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് മിശിഹായ്ക്ക് വഴിയൊരുക്കുന്നവനാണ്. ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഏലിയായുടെ തീക്ഷ്ണതയോടെ, മൂശയുടെ ധൈര്യത്തോടെ, അത്യുന്നതൻ്റെ വഴിയൊരുക്കാൻ വരുന്നൊരു പൈതലിനെ ഇവർ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാനൊരു സമയമുണ്ട്. എപ്പോ? മിശിഹാ തമ്പുരാൻ്റെ സമകാലികനായിരിക്കണം അവൻ. മിശിഹാ തമ്പുരാൻ്റെ ചേട്ടായി ആയിട്ട് വരേണ്ടതാ. അപ്പം നേരത്തെ കൊടുത്ത ഈശോ ജനിക്കുന്ന കാലം ആകുമ്പോൾ വയ്യാണ്ടാകത്തില്ലേ? അപ്പോൾ ഈശോയുടെ ജനനത്തിന് തൊട്ട് മുമ്പ് കൊടുക്കാൻ വെച്ചിരിക്കുക. അതിനുവേണ്ടി കർത്താവ് കരുതി വെച്ചിരുന്നതാണ്. അതേസമയം നമ്മൾ പറയുകയാണ് കർത്താവ് കണ്ണിച്ചോരയില്ലാത്തവനാണ്,
ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം തന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാൽ ഓർക്കേണ്ടത്, ഗോഡ് ഹാസ് ആൻ ഹയർ പ്ലാൻ. കർത്താവിന് ഉപരിയായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണെന്നേ ചില കാര്യങ്ങൾക്ക് ഉത്തരം തരാതെ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ ഉദാഹരണം സുവിശേഷത്തിലുണ്ടല്ലോ. ഏതാ അത്? ലാസർ. എന്തുകൊണ്ടാണ് ലാസറിന് സുഖമില്ലെന്ന് പറഞ്ഞ് കുറിപ്പ് കൊടുത്തിട്ട് ഈശോ വന്ന് സുഖപ്പെടുത്താതിരുന്നത്? നാടായ നാട്ടിലെല്ലാം പോയി എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്നതല്ലേ. അപ്പോൾ അവൻ സ്നേഹിച്ചിരുന്നവൻ എന്ന വിശേഷണമുള്ള, ഈശോയുടെ സുഹൃത്തെന്ന് പരിഗണിക്കാവുന്ന ലാസറിനെ എന്താ ഈശോ സുഖപ്പെടുത്താതിരുന്നത്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും സുഖപ്പെടുത്തി വിട്ടു. ലാസറിന് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരുന്നത് സൗഖ്യമല്ല, ഉത്ഥാനമാണ്. ലാസറിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത് സൗഖ്യമല്ല, ഉത്ഥാനമാണ്, റിസറക്ഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് കേട്ടില്ലെന്ന് വെച്ചു. സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് കേട്ടില്ലെന്ന് വെച്ചത് സുഖപ്പെടുത്താതിരിക്കാനോ ഉത്തരം നിഷേധിച്ചതോ അല്ല, ഒരു ഉത്ഥാനം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. ഉപരിയായൊരു ഉത്തരം, മഹത്വത്തിൻ്റെ ഉത്തരം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്ക്, ഒരു സ്പിരിച്വൽ എക്സസൈസ് ഞാൻ പറയാം. കാര്യം പ്രാർത്ഥനക്കാരൊക്കെയാണ് ഈ ഇരിക്കുന്നതിൽ കുറേ പേര്, അല്ല എല്ലാവരും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓരോ തിരക്കിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ വന്നിരുന്ന് ഇതൊക്കെ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ദൈവവിചാരം ഉള്ളത് കൊണ്ടാണല്ലോ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നറിയാമോ? അതായത് നിരാശ ബാധിച്ച വിഷയങ്ങളില്ലേ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത നിരാശ ബാധിച്ചു പോയ വിഷയങ്ങളില്ലേ. ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു, കർത്താവ് തരുന്നില്ല. ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി, ഒരു കല്യാണം നടക്കാൻ എത്ര കാലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഏജ് ഓവറായി പോകുന്നു, നടക്കുന്നില്ല. കെട്ടിച്ചു വിട്ട പെങ്കൊച്ചിനൊരു കൊച്ചുണ്ടാകണമെന്ന്, ഒരു കുഞ്ഞിക്കാല് ഞങ്ങൾക്കും കൂടെ കാണണമെന്ന് വല്യപ്പനും വല്യമ്മയും ആകേണ്ടവരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, ഉത്തരവില്ല. നിരാശപ്പെട്ടു പോവാണ്. ജോലിയിലൊരു മെച്ചപ്പാടിന് വേണ്ടി എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നു, ഭയങ്കര ഫിനാൻഷ്യൽ സ്ട്രഗിളാണ്, നിരാശ ബാധിച്ചു പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാമോ? ഇത് അങ്ങനത്തെല്ലാം കൂടെ ഒരു പേപ്പർ തുണ്ടയിൽ കുറിക്കണം. അത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശരിക്കും നമ്മളൊന്ന് വർക്ക് ചെയ്യണേ. ഇത് ഓർത്താൽ പോരെ, മനസ്സിൽ ഓർത്താൽ പോരെ, മതി. പക്ഷെ അത് എഴുതുമ്പോൾ കുറച്ചുകൂടെ എളിമപ്പെടുകയാണ്. ഒരു പേപ്പറോ പേനയോ എടുത്ത്, എന്നാ നേരം വേണമെന്ന് 5 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇതെടുത്ത് വെച്ച് ഒന്ന് ഓർത്തെടുക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിരാശ ബാധിച്ചു പോയ പ്രാർത്ഥനകൾ എന്ന് വെച്ചാൽ കർത്താവിനോടൊരു കലഹം പോലെ ആയിപ്പോയ എൻ്റെ സങ്കടങ്ങൾ. എന്താ കർത്താവേ, നിന്റെ ചെവി അടഞ്ഞു പോയോ എന്ന് ചോദിച്ചു പോയ ചില അർത്ഥനകൾ, അതൊക്കെ ഒന്ന് കുറിച്ചെടുത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ, കുറേ പേരെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ നോക്കണേ. ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നലെ അത് ലിസ്റ്റ് പറയാതിരുന്നത്, നിങ്ങളതൊക്കെ ചെയ്യും, ഉറപ്പിച്ചതേ ഉള്ളൂ, ഇനി മിസ്സായി പോയതുകൊണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ശരിക്കും അതൊരു സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ആ കുറിപ്പ് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നാളത്തെ കുർബാന കൂടണം. കർത്താവേ, എൻ്റെ സങ്കടങ്ങളായത്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത സങ്കടങ്ങളാണ്. ഞങ്ങൾ ഇന്ന് കേട്ട് മനസ്സിലാക്കി, ഞങ്ങൾക്കൊരു കാര്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം നിനക്ക് ഉത്തരമില്ലെന്നല്ല, ഉപരിയായ ഒരു ഉത്തരം നീ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ വി സറണ്ടർ. ഞങ്ങളിതാ എളിമയോടെ നിൽക്കുന്നു. ഇനി പള്ളിയിൽ പോകാൻ പറ്റാത്തവരാണെങ്കിലും പള്ളിയിൽ പോകുന്നവരാണെങ്കിലും ഈ കുറിപ്പെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാമോ? ഹബക്കുക്ക് 3:17 നമ്മൾ പ്രാർത്ഥിച്ച കാര്യം, അതായത് എൻ്റെ കല്യാണം നടക്കാൻ വൈകിയാലും, എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ വൈകിയാലും, കെട്ടിച്ചുവിട്ട പെങ്കൊച്ചിനൊരു കൊച്ചുണ്ടാകാൻ വൈകിയാലും, ഒരു ജോലി കിട്ടാൻ എനിക്ക് വൈകിയാലും, ഒരു ശമ്പളം മെച്ചപ്പാട്, വരുമാനത്തിൻ്റെ മെച്ചപ്പാട് വൈകിയാലും, ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം ഏറെ പ്രാർത്ഥിച്ചിട്ടും അത് വൈകിയാലും, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. സക്കറിയായുടെ ധൂപാർപ്പണം പോലെ അങ്ങനെയൊന്ന് കർത്താവിലേക്ക് സറണ്ടർ ചെയ്യാൻ നമുക്ക് പറ്റട്ടെ. അങ്ങനെ വരുമ്പോൾ കാത്തിരിപ്പുകൾക്കൊടുവിൽ, ഇന്നലെ നമ്മൾ ചിന്തിച്ചതേ കാര്യമാണ്, കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടെന്നും പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയും. കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ട്, പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ന് എളിമയോടെ നമ്മുടെ നിരാശയുടെ അനുഭവങ്ങളെ കർത്താവിങ്കൽ സമർപ്പിച്ച്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു ഉപമയല്ലേ, ഓർക്കുന്നില്ലേ? അമ്മ കൊച്ചിനെ തല്ലുമ്പോൾ കൊച്ചു പിന്നെയും അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ദിവ്യകാരുണ്യത്തെ നമുക്കിന്ന് ഈ ആരാധനയിൽ പുണരാം. ഞങ്ങൾക്ക് നീയേ തുണയുള്ളേ എന്ന് എളിമയോടെ ഏറ്റുപറയാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ.
സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ഈശോയെ, പരിശുദ്ധനായവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, പിതാവിൻ്റെ സ്നേഹം സ്വർഗം നിറഞ്ഞ് ഭൂമിയിലേക്ക് ചാലുകീറി ഒഴുകിയ പുത്രൻ തമ്പുരാനെ, നിനക്ക് ആരാധന. ഈശോ, ഇമ്മാനുവേലായി കൂടെയായിരിക്കാൻ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ കർത്താവേ, നിനക്ക് ആരാധന. ഈശോയെ, സദ്വാർത്തയിൽ ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്നെ ആരാധിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും, ഞാൻ വിളിച്ചു ചേർത്തവരും ഇന്നലെ ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമായിരുന്നു ആരെയെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണമെന്ന്. ഞാൻ വിളിച്ചു ചേർത്ത് കൊണ്ടുവന്നവരുടെ കൂടെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഈശോയെ, കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച നിരവധിയായ നിയോഗങ്ങൾ, ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, പൂർവകാലത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ മുറിവുകൾ, ഞങ്ങൾ കരഞ്ഞ കാലങ്ങൾ, അതെല്ലാം ഞങ്ങൾ തിരുമുമ്പാകെ വയ്ക്കുകയാണ്. ഞങ്ങളുടെ ഭൂതവും വർത്തമാനവും ഞങ്ങളുടെ ഭാവിയും മാറ്റമില്ലാത്ത കർത്താവേ, നിന്റെ തിരുമുമ്പാകെ വെച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ദൈവജനമേ, ഇന്ന് കർത്തൃസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി അവനെ സ്തുതിച്ച് ആരാധ്യൻ യേശുപരാ ഒരിക്കൽ കൂടെ മനസ്സറിഞ്ഞ് പാടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, നമ്മൾ ജീവിച്ച ജീവിതവും ജീവിക്കുന്ന ഈ കാലവും ഇനി ജീവിക്കാനിരിക്കുന്ന വരാനിരിക്കുന്നൊരു ജീവിതവും തിരുമുമ്പാകെ സമർപ്പിക്കാം. എൻ്റെ ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരാൾ തന്നെയായ കർത്തൃതമ്പുരാനെ, നിന്റെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, എൻ്റെ പൂർവകാലത്തെ മുറിവുകളെ, പൂർവകാലത്തിൻ്റെ സങ്കടങ്ങളെ തിരുമുമ്പാകെ സമർപ്പിച്ച് വരാനിരിക്കുന്ന കാലത്ത് നീ ഒരുക്കി വച്ചിരിക്കുന്ന എന്താണെങ്കിലും അത് നിറഞ്ഞ മനസ്സോടെ നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് സ്വീകരിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവജനമേ, നമുക്ക് വീണ്ടും ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയെ ഒരല്പനേരം ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ലോകം മുഴുവൻ ദേവാലയമാകുന്ന നിമിഷങ്ങളാണിത്. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ ദൈവസ്തുതി ഉയരുമ്പോൾ ആ ഇടത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടും. നമുക്കൊരുമിച്ച് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, 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 ആരാധന. ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് മഹത്വം. ഈശോ, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഞങ്ങൾ സങ്കടപ്പെട്ട കാലത്തെ ഓർത്ത്, വരാനിരിക്കുന്ന കാലത്തെ ഓർത്ത് ഈശോ നിനക്ക് ആരാധന, 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 ആരാധന. മഹത്വം ഈശോയെ.
ഈശോയെ 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 ഈശോയെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധ്യൻ യേശുപരാ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് ആരാധ്യൻ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 ആരാധന. ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തെ തിരുമുമ്പാകെ പ്രാർത്ഥനയായി ഞങ്ങൾ ഉയർത്തട്ടെ. ഇന്നലെ സക്കറിയ പുരോഹിതനെ കുറിച്ച് ധ്യാനിച്ചു തുടങ്ങിയതിന് തുടർച്ചയാണ് ഞങ്ങൾ ഇന്ന് കേട്ടത്. വലിയൊരു ആഗ്രഹത്തിന്റെ നേരെ, വലിയൊരു പ്രാർത്ഥനയുടെ നേരെ സ്വർഗം കാതുകൊട്ടി അടച്ചിട്ടും നിശബ്ദത കൊണ്ട് കർത്താവ് സക്കറിയായെയും എൽസബത്തിനെയും തോൽപ്പിച്ചു കളഞ്ഞിട്ടും ജീവന്റെ സൗഭാഗ്യം സക്കറിയായിക്കും എൽസബത്തിനും നിഷേധിച്ചിട്ടും സക്കറിയ കർത്താവിൽ നിന്ന്, അവൻ്റെ ആലയത്തിൽ നിന്ന്, ആലയത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് അകന്നില്ല. ഈശോ, ഞങ്ങളുടെ മുമ്പിൽ വലിയ വെല്ലുവിളിയാണത്. കർത്താവേ, സക്കറിയ ഞങ്ങളുടെ മുമ്പിൽ പ്രചോദനവും വെല്ലുവിളിയുമാകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് നടത്തിത്തരുമ്പോഴാണ് ഞങ്ങൾ ദേവാലയത്തിലേക്ക് വീണ്ടും വരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നിഷേധിക്കപ്പെടുമ്പോൾ, ഞങ്ങളുടെ കണ്ണീരിന് അവസാനമില്ലാതാകുമ്പോൾ, ഞങ്ങളുടെ അപമാന ഭാരത്തെ എടുത്തു മാറ്റാൻ ദൈവം ഇറങ്ങി വരാതിരിക്കുമ്പോൾ, അതോടുകൂടി ഞങ്ങൾ ദൈവത്തോടും ദേവാലയത്തോടും ദൈവാരാധനയോടും അകലം പാലിച്ചു തുടങ്ങുകയാണ്. കർത്താവേ, സമൃദ്ധിയുടെ സുവിശേഷമേറെ പ്രഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത്, പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾക്കുമേറെ പ്രലോഭനമുള്ള ഈ കാലത്ത്, ഉത്തരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും മറ്റെങ്ങോട്ടും മാറിപ്പോകാതെ നിന്റെ പരിശുദ്ധയാലയത്തിൽ പരിശുദ്ധ മദ്ബഹാ മുമ്പാകെ ദിവ്യകാരുണ്യ ചുവട്ടിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അഭയബോധം, ശരണബോധം ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ അതിൻ്റെ അർത്ഥം നിന്റെ പക്കൽ ഉത്തരമില്ല എന്നല്ല, മറിച്ച് ഞങ്ങൾ ആഗ്രഹിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഉപരിയായ ഒന്ന് നീ തരുന്നുണ്ടെന്ന് ആ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. പ്രാർത്ഥിച്ച് സക്കറിയ പോലും മറന്നുപോയൊരു പ്രാർത്ഥനയ്ക്ക് സ്വർഗം കൃത്യമായ സമയത്ത് ഉത്തരവുമായി വരികയാണ്. കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും ഉത്തരം ഒരുക്കി വെച്ച് നീ കാത്തിരിക്കുകയാണ്. കൃത്യം സമയമാകാൻ, ഓരോ ഉത്തരവും എന്നിലേക്ക് സമ്മാനിക്കേണ്ട ഒരു സമയമാകാൻ കർത്താവേ നീ കാത്തിരിക്കുകയാണെന്ന് സക്കറിയായുടെയും എൽസബത്തിൻ്റെയും ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. നിന്റെ സമയം വരെ നിലനിൽക്കാനുള്ള കൃപ എനിക്ക് തരണേ.
ദ ഗിഫ്റ്റ് ഓഫ് പെർസിവറൻസ്, നിലനിൽപ്പിൻ്റെ വരം എനിക്ക് നൽകണേ. ഈശോ, ഞങ്ങൾക്കിന്നില്ലാതെ പോകുന്നത് ആ ക്ഷമയാണ്, ആ കാത്തിരിപ്പാണ് ഞങ്ങൾക്കില്ലാതെ പോകുന്നത്. വാർദ്ധക്യത്തോളം, വന്ധ്യ എന്ന് മുദ്ര കുത്തപ്പെടുവോളം കർത്താവിൻ്റെ ഉത്തരത്തിനായി പരാതിയും പരിഭവവും ഇല്ലാതെ കാത്തിരുന്ന എലിസബത്തിനെ പോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിതനായി തലകുനിച്ചു നിൽക്കേണ്ടി വരുന്നൊരു സങ്കടം തൻ്റെ മേലുള്ളപ്പോഴും കർത്താവിൻ്റെ ആലയത്തിൽ ധൂപാർപ്പണത്തിനായി ഒരുങ്ങി വരുന്ന സഖറിയായെ പോലെ സങ്കടങ്ങൾ ഒത്തിരി ഉള്ളപ്പോഴും നിന്റെ ആലയത്തോട്, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തോട് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. കർത്താവേ, ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ മുന്തിരിയിൽ പഴങ്ങളില്ലാതായാലും ആലയിൽ ആടുകൾ ഇല്ലാണ്ടായാലും കർത്താവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ മെച്ചപ്പാടുകളും എനിക്ക് നിഷേധിക്കപ്പെട്ടാലും ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് അണുവിട ചലിക്കുകയില്ലെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ തികവ് കർത്താവേ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണേ. നിന്റെ കുരിശിൽ ഞങ്ങളെപ്പോഴും അഭയം പ്രാപിക്കട്ടെ. നിന്റെ സഭയിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. പരിശുദ്ധ കൂദാശകളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾ കാണട്ടെ. ഈശോ, ഞങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ ഇന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ്. എൻ്റെ അപ്പായിക്ക്, കർത്താവേ, നിനക്ക് ഒരു സമയമുണ്ട്. ആ നല്ല സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കുത്തരം ഓരോന്നോരോന്നായി നീ എൻ്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തി തരുമെന്നുള്ള വിശ്വാസത്തോടെ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, നിങ്ങളുടെ പ്രാർത്ഥനകളെ ഈ നേരത്ത് ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരം കാത്തിരിക്കുന്ന പ്രാർത്ഥനകൾ ഒത്തിരിയില്ലേ നമുക്ക്? അതിനെക്കുറിച്ചുള്ള ആശങ്കകളും നിരാശയും ഏറെയില്ലേ? നിരാശയുടെ വാക്കോളം എത്തി നിൽക്കുന്ന ഒത്തിരി പേരില്ലേ? നമ്മുടെ പ്രാർത്ഥനകളെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഈ നേരത്ത് എളിമയോടെ സമർപ്പിക്കാം. കർത്താവ് യേശുവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷ നേരത്ത് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ. ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലയിലേക്ക്, പഠന മേഖലയിലേക്ക്, വിവിധങ്ങളായ എല്ലാ മേഖലകളിലേക്ക് കർത്താവേ, വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവിധ നിയോഗങ്ങളിലേക്ക് കർത്താവേ, അങ്ങയുടെ ഉത്തരത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങ് ഇടപെടണമേ. കർത്താവേ, ആലയിൽ ആടുകൾ ഏറെ ഉണ്ടെങ്കിലും ലോകം മുഴുവൻ സ്വന്തമാണെങ്കിലും നിന്റെ ദിവ്യസ്നേഹം അറിഞ്ഞില്ലെങ്കിൽ ഇതുവരെ നേടിയ നേട്ടങ്ങളെല്ലാം വ്യർത്ഥമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ എളിമയോടുകൂടി ആയിരിക്കുന്നു. മരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും, അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും, ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റു പോയാലും വാഴ്ത്തിപ്പാടിയിടും. ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ
ആടുകളറ്റുപോയാലും ഞാൻ എൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും എന്റെ ഭക്ഷണം ചാരമായാലും ഞാൻ ചാരി നിന്നവർ വീണുപോയാലും എന്റെ ഭക്ഷണം ചാരമായാലും ഞാൻ ചാരി നിന്നവർ വീണുപോയാലും എന്റെ കൺമുൻപിൽ വാതിലടഞ്ഞു പോയാലും കർത്താവെത്തിയിടും എനിക്കൊരു വാതിൽ തുറന്നിടുവാൻ. എന്റെ കൺമുൻപിൽ വാതിലടഞ്ഞു പോയാലും കർത്താവെത്തിയിടും എനിക്കൊരു വാതിൽ തുറന്നിടുവാൻ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും മരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ എൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ എൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും എന്റെ ബന്ധനം ശക്തമാണേലും എന്റെ കണ്ണുകൾ അന്ധമാണേലും എന്റെ ബന്ധനം ശക്തമാണേലും എന്റെ കണ്ണുകൾ അന്ധമാണേലും എന്റെ പാദങ്ങൾ ഇപ്പോൾ കുഴികളിലാണേലും കർത്താവുണ്ടല്ലോ എന്നെ താങ്ങി ഉയർത്തിടുവാൻ. എന്റെ പാദങ്ങൾ ഇപ്പോൾ കുഴികളിലാണേലും കർത്താവുണ്ടല്ലോ എന്നെ താങ്ങി ഉയർത്തിടുവാൻ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ എൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ആട്ടിൻ തൊഴുത്തിൽ ആടുകളറ്റുപോയാലും ഞാൻ എൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ
നമ്മൾ പ്രത്യേകം സമർപ്പിക്കേണ്ടത്, കർത്താവേ, നിരാശയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിരാശയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. യഥാർത്ഥത്തിൽ നിരാശ ഗൗരവമുള്ള പാപമാണ്. കർത്താവ് ഇടപെടില്ല എന്ന വിചാരം, രക്ഷ കിട്ടുകയില്ല എന്ന വിചാരം, അതാണ് നിരാശ. കർത്താവേ, ആ നിരാശയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ദൈവം ഇടപെടാത്ത ഒരിടനേരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ അത്തരം നേരങ്ങളിലും നിന്റെ സാന്നിധ്യത്തിൽ അഭയം കണ്ടെത്താൻ, ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് വീണ്ടും ശക്തി സ്വീകരിക്കാൻ, ഈ വചനത്തിൽ ഞങ്ങൾ വീണ്ടും ബലപ്പെടാൻ തക്കവിധം പ്രത്യാശ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. നിരാശയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവേ ആരാധന, യേശുവേ, യേശുവേ ആരാധന, യേശുവേ, യേശുവേ ആരാധന, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, യേശുവേ, യേശുവേ, യേശുവേ